ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് പരമ്പര. കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഇന്ത്യക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. 8 വിക്കറ്റിനാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉമ, തീർച്ചയായും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയുടെ മൂന്നാമത്തെ മത്സരമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഏതായാലും ആളുകളൊക്കെ ഇത് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങൾ കോട്ടയം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം നല്ല മത്സരമായിരുന്നു. ശ്രീലങ്ക ഇന്ത്യക്ക് പറ്റിയൊരു എതിരാളിയായിട്ട് തോന്നുന്നില്ല. അതെ, ഷഫാലി മികച്ച കളിയായിരുന്നു. നല്ല മികച്ച കളി. പുതുതായി വന്ന രേണുക സിംഗ് താക്കൂർ അതുപോലെ തന്നെ നല്ല കളിയായിരുന്നു. അതെ അതെ, നല്ല ബോൾ ചെയ്തു. നല്ലതായിരുന്നു. സൂപ്പറാ. സൂപ്പർ കളിയായിരുന്നു. അടുത്ത കളി കാണാൻ വരുമോ? ഏതായാലും ആളുകൾ കളി കഴിഞ്ഞിറങ്ങുകയാണ്. വളരെ മികച്ച മത്സരം എന്ന് തന്നെ പറയാം. ഏതായാലും മൂന്നാമത്തെ മത്സരമാണ്. ഈ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ മൂന്നാമത്തെ മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്നത്. അതിൽ 122 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് 112 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ശ്രീലങ്ക ഉയർത്തിയത്. 8 വിക്കറ്റ് ബാക്കി നിൽക്കെ തന്നെ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. ഷഫാലി വർമ്മയാണ് മികച്ച ഇന്നിങ്സ് ഇന്ത്യക്ക് വേണ്ടി കണ്ടെത്തിയത്. ഏതായാലും മികച്ച പ്രകടനം ഷഫാലി വർമ്മ കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ബൗളിംഗ് നിരയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രേണുക സിംഗ് താക്കൂർ അതുപോലെ തന്നെ ദീപ്തി ശർമ്മ രണ്ടുപേരും കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലായിരുന്നു. ഇന്ന് ഈ മത്സരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയതായിരുന്നു ടീമിൻ്റെ ഭാഗമായി. ഏതായാലും ആ രണ്ടുപേരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 4 വിക്കറ്റ് രേണുക സിംഗ് താക്കൂറും അതുപോലെ തന്നെ ദീപ്തി ശർമ്മ 3 വിക്കറ്റും സ്വന്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചു. ഇന്നിപ്പോൾ ഈ കളി കഴിഞ്ഞിറങ്ങിയ ആളുകൾ പറയുന്നത് പോലെ തന്നെ ശ്രീലങ്ക ഒരിക്കലും ഇന്ത്യക്കൊരു മികച്ച എതിരാളിയെ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് മികച്ച മത്സരം തന്നെയാണ് ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും നിലവിൽ ഷഫാലി വർമ്മ മികച്ച പ്രകടനം ഇന്ത്യക്ക് വേണ്ടി പുറത്തെടുത്തു എന്നുള്ളതാണ്. 42 പന്തിൽ 79 റൺസാണ് ഷഫാലി അടിച്ചുകൂട്ടിയത്. ഷഫാലിയുടെ കരുത്തിൽ തന്നെയാണ് ഇന്ത്യ വിജയത്തിലേക്ക് നടന്നതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വിശാഖപട്ടണത്തായിരുന്നു. ആ 2 മത്സരങ്ങൾ നേരത്തെ വിജയിച്ചു. മൂന്നാമത്തെ മത്സരമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നത്. ആ മത്സരം വിജയിച്ചതോടുകൂടി ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായാണ് ഒരു ഇൻ്റർനാഷണൽ വനിതാ ടൂർണമെൻറ്റ് കേരളത്തിൽ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. ഉമ, ആദ്യം മുതലേ ഇന്ത്യ പ്രതീക്ഷയിൽ തന്നെയായിരുന്നല്ലേ കമലേഷ്? മാത്രമല്ല ഷഫാലിക്ക് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഷഫാലി. തീർച്ചയായും ഷഫാലിയെ സംബന്ധിച്ച് തുടർച്ചയായ 2ാം അർദ്ധ സെഞ്ചുറിയാണ്. കഴിഞ്ഞ മത്സരത്തിലും ഷഫാലി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇതിപ്പോൾ തുടർച്ചയായ 2ാം അർദ്ധ സെഞ്ചുറിയാണ്. ആ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ തന്നെയാണ് ഇന്ത്യ പൊരുതി കയറുകയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആദ്യ ഇന്നിങ്സിൽ, അതായത് ശ്രീലങ്കയുടെ ബാറ്റിംഗ് തുടക്കത്തിലെ പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായത്. 6 ഓവർ കഴിഞ്ഞപ്പോൾ, അതായത് പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ 3 വിക്കറ്റ്, കരുത്തരായ 3 വിക്കറ്റ് ശ്രീലങ്കയ്ക്ക് നഷ്ടമായി. ഓപ്പണർമാരെ ഉൾപ്പെടെ ആദ്യ 6 ഓവറിനിടയിൽ തന്നെ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ മികച്ച റൺസിലേക്ക് പോകേണ്ടിയിരുന്നൊരു മത്സരം 112 റൺസ് എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും 113 റൺസ് എന്നതായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. തുടക്കത്തിൽ തന്നെ ഷഫാലി വർമ്മ ഓപ്പണറായി ഇറങ്ങിയതാണ്. തുടക്കത്തിൽ തന്നെ മികച്ച താളം കണ്ടെത്താൻ ഷഫാലിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 42 പന്തിൽ 79 റൺസ് എന്ന വലിയ ഒരു റൺസ് തന്നെ നേടാൻ ഷഫാലിക്ക് കഴിയുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മികച്ച പിന്തുണയും നൽകി. 2 വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത്. സ്വാഭാവികമായും 8 വിക്കറ്റിന് ഏറ്റവും മികച്ച ഒരു വിജയം തന്നെയാണ് ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ് നഷ്ടമായിരുന്നു. അതുമുതലേ ഇന്ത്യക്കൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അല്ലേ? 3 വിക്കറ്റ് പവർ പ്ലേയിൽ തന്നെ ഈ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ്, കരുത്തരായ 3 വിക്കറ്റ് നഷ്ടമായി എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടൊരു താളം കണ്ടെത്താൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെയാണ് 112 എന്ന റൺസിൽ ശ്രീലങ്കയ്ക്ക് ഒതുങ്ങിപ്പോകേണ്ടി വന്നത്. സ്വാഭാവികമായും മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഷഫാലി ഒരേ താളത്തിൽ തന്നെ റൺസ് വേട്ട അങ്ങനെ തുടർന്നു എന്നുള്ളതാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിന് മികച്ച പിന്തുണ നൽകുകയും ചെയ്തു. ഏതായാലും 2 വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായി. സ്വാഭാവികമായും 8 വിക്കറ്റിൻ്റെ ഒരു മികച്ച വിജയം തന്നെ ഇന്ത്യ സ്വന്തമാക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ ശ്രീലങ്കയും തമ്മിൽ ഇന്ത്യയിൽ നടക്കുന്നത്. അത് ആദ്യത്തെ 2 മത്സരങ്ങൾ വിശാഖപട്ടണത്തെ സ്റ്റേഡിയത്തിലായിരുന്നു. ആ 2 മത്സരങ്ങളും ഇന്ത്യ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. മൂന്നാമത്തെ മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്നത്. ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ കൂടിയുണ്ട്. ഈ മാസം തന്നെ 28-ാം തീയതിയും അതുപോലെ തന്നെ 30-ാം തീയതിയുമാണ് 4ഉം 5ഉം മത്സരങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും ആ 4ഉം 5ഉം മത്സരങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല.
മൂന്നാമത്തെ മത്സരം കൂടി, തുടർച്ചയായ മൂന്നാമത്തെ മത്സരം കൂടി ഇന്ത്യ വിജയിച്ചതോടുകൂടി ഈ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഉമ, മാത്രമല്ല ശ്രീലങ്കയ്ക്ക് അവസരങ്ങൾ മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? ഇപ്പോൾ നടൻ ഷോബി തിലകൻ മത്സരം കണ്ട് ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല മാച്ചായിരുന്നു. നമുക്ക് വൺ സൈഡഡ് എന്ന് പറയാം. കാരണം സ്വാഭാവികമായും ശ്രീലങ്ക ഒരു മികച്ച എതിരാളിയെ അല്ല ഇന്ത്യയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ 3 മാച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഒരു അല്പം ഫൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷേ ആ ഫൈറ്റൊന്നും കിട്ടിയില്ല. എന്തായാലും നല്ല മാച്ചായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ വനിതാ ക്രിക്കറ്റിന് കാണാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര വനിതാ മത്സരം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെ. അപ്പോൾ ആ മാച്ചിൽ തന്നെ കാണാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അടുത്ത 2 മാച്ചിൽ ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മാച്ചിന് വന്നതാണ്. അപ്പോൾ പക്ഷേ എൻജോയ് ചെയ്തു. വൺ സൈഡ് ആയി ഒരു 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 ത്രില്ലിംഗ് ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഒരുപോലെ ആ കരുത്ത് കാട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ അതായത് ബോളേഴ്സും, അതായത് ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സും ഉണ്ട്, സ്പിൻ ബോളേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പവർ ഹിറ്ററായിട്ടുള്ള ബാറ്ററുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീലങ്കയ്ക്ക് എല്ലാവരും സ്പിന്നാണ് കൂടുതൽ, പേസ് ബോളേഴ്സ് കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒരു 3-4 പേസ് ബോളേഴ്സ് ഉണ്ട്. അതിലും നല്ല ബോളേഴ്സാണ് എല്ലാവരും. അപ്പോൾ ബോളിംഗ് നിരയിലാണെങ്കിൽ രണ്ടുപേരിപ്പോൾ പുതിയതായി ഇന്ന് ടീമിൽ വന്നവരാണ്. രേണുക സിംഗ് താക്കൂറും അതുപോലെ തന്നെ ദീപ്തി ശർമ്മയും. രണ്ടുപേരും ഒരാൾ 4 വിക്കറ്റും ഒരാൾ 3 വിക്കറ്റും എടുത്തു. അപ്പോൾ പുതിയൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നപ്പോൾ അത് മികച്ച റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ പരീക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. അത് ഇങ്ങനെയുള്ളൊരു ഒരു 5 സീരീസൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ പരീക്ഷണം നടത്തി പുതിയ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അടുത്ത മത്സരങ്ങൾക്കുണ്ടോ ഇവിടെ? ഇല്ല, അടുത്ത മത്സരത്തിൽ ഞാനിവിടെ ട്രിവാൻഡ്രത്തില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. ആസ്വദിച്ചു. നല്ല മത്സരമായിരുന്നു. ഓക്കെ. ഏതായാലും ഷോബി തിലകനാണ് ഇപ്പോൾ. അദ്ദേഹം നേരത്തെ ഈ ക്രിക്കറ്റ് മത്സരങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് സിനിമാ ഫീൽഡിലുള്ള അവരുടെ താരങ്ങളുടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾ കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹവും മത്സരം കണ്ടു. നല്ല മത്സരമായിരുന്നു. പക്ഷേ ആ ഒരു വീറുറ്റ പോരാട്ടം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. നേരത്തെ ഒരു ഇന്ത്യൻ ആരാധകൻ പറഞ്ഞതുപോലെ ശ്രീലങ്ക ഒരു മികച്ച എതിരാളിയായി തോന്നുന്നേ ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം. ഒരു മികച്ച കഴിഞ്ഞ 2 മത്സരങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഏകപക്ഷീയമായൊരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ 3-ാം മത്സരത്തിലും ആ നിലയിൽ തന്നെയാണ് മത്സരം മുന്നോട്ട് പോയത്. ഇവിടെയെങ്കിലും ഒരു ശക്തമായൊരു ഫൈറ്റ് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഷോബി തിലകനും വന്നിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലായിരുന്നില്ല എന്ന ഒരു സങ്കടം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും 5 മത്സരങ്ങൾ അടങ്ങിയ ഈ പരമ്പര ഈ മത്സരത്തോടു കൂടി, അതായത് 3-ാമത്തെ മത്സരവും തുടർച്ചയായി വിജയം കരസ്ഥമാക്കിയതിലൂടെ ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, ആദ്യമായാണ് ഒരു രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. സ്വാഭാവികമായും ആ നിലയിലുള്ളൊരു സന്തോഷം കൂടി കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ മത്സരം ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ ഈ പരമ്പരയിൽ അവശേഷിക്കുന്നുണ്ട്. അത് ഒരു മത്സരം ഈ മാസം 28-ാം തീയതിയും മറ്റൊരു മത്സരം 30-ാം തീയതിയുമാണ്. 2 മത്സരങ്ങളും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ആ മത്സരങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ആദ്യത്തെ 3 മത്സരത്തിലൂടെ ഈ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും വളരെ മികച്ച ഒരു പോരാട്ടം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് ബാറ്റിങ്ങിൽ മാത്രമല്ല ബൗളിങ്ങിലും സമാനമായ നിലയിലുള്ള മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മത്സരങ്ങളിൽ ഇല്ലാതിരുന്ന രേണുക സിംഗ് താക്കൂർ അതുപോലെ തന്നെ ദീപ്തി ശർമ്മ, ഈ 2 പേരും വളരെ മികച്ച പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതുപോലെ തന്നെ രേണുക സിംഗ് താക്കൂർ 4 വിക്കറ്റും അതുപോലെ ദീപ്തി ശർമ്മ 3 വിക്കറ്റും സ്വന്തമാക്കി. അത് തന്നെയാണ് ശ്രീലങ്കയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ആ പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് അങ്ങോട്ടും തുടർച്ചയായി ഒരു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 112 റൺസ് എന്ന ഒരു ചുരുങ്ങിയ ഒരു റൺസിലേക്ക് അവരെ പിടിച്ചു കെട്ടാനും ഇന്ത്യക്ക് കഴിഞ്ഞത്. അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിന് ഏറെ നിർണായകമായതും. ബാറ്റിംഗ് നിരയിലാണെങ്കിലും ഷഫാലി വർമ്മ വളരെ മികച്ച ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിലും സമാനമായ നിലയിൽ ഒരു അർദ്ധ സെഞ്ചുറി ഷഫാലി വർമ്മ സ്വന്തമാക്കി. ഈ മത്സരത്തിലും തുടർച്ചയായ ഒരു അർദ്ധ സെഞ്ചുറി കൂടി ഷഫാലി വർമ്മ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. 42 പന്തിൽ 79 റൺസ് ഷഫാലി വർമ്മ സ്വന്തമാക്കി. ഷഫാലി വർമ്മയുടെ ചിറകിലേറി തന്നെയാണ് ഇന്ത്യയുടെ ഈ വിജയം എന്നതും ഏറെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഉമ, കമലേഷ്, ആദ്യം മുതലേ ഇന്ത്യക്കൊത്തൊരു എതിരാളിയല്ല ശ്രീലങ്ക എന്ന പൊതു അഭിപ്രായമാണ് ഉയരുന്നത്. അപ്പോൾ ഇത് ശ്രീലങ്കയ്ക്ക് അവസരങ്ങൾ മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.
തീർച്ചയായും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ബൗളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഫീൽഡിങ്ങിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീൽഡിംഗ് കൂടിയാണ്. മികച്ച ചില ക്യാച്ച് അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. ക്യാപ്റ്റനാണ്, അവരുടെ ക്യാപ്റ്റൻ അട്ടപ്പട്ടു ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയും കാണാനായി എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് മത്സരത്തെ ഒരു ക്യാച്ച് ഒരു മത്സരത്തെ ജയിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എന്ന് പറയാറുണ്ട് പൊതുവേ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നൊരു സാഹചര്യം കൂടി ശ്രീലങ്കയെ സംബന്ധിച്ച് കാണേണ്ടി വന്നു. അവരുടെ ക്യാപ്റ്റൻ തന്നെ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ആ നിലയിൽ ഫീൽഡിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഒരുപോലെ താളം കണ്ടെത്താൻ കഴിയാത്ത നിലയിലേക്ക് ശ്രീലങ്കൻ നിര മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിശാഖപട്ടണത്ത് നടന്ന 2 മത്സരങ്ങളിലും സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു വിജയം ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇന്നത്തെ മത്സരത്തിലും സമാനമായ നിലയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ബൗളിങ്ങിലും മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 112 റൺസ് എന്ന ചെറിയ ഒരു ടോട്ടലിലേക്ക് അവരെ പിടിച്ചു കെട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ 8 വിക്കറ്റ് ബാക്കി നിൽക്കെ തന്നെ ആ റൺസിലേക്ക്, ആ വിജയ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് കൂടി ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏതായാലും വളരെ മികച്ച പ്രകടനത്തോടു കൂടി തന്നെ ആദ്യ 3 മത്സരങ്ങളും ഇന്ത്യ വിജയിക്കുന്നു. അതോടുകൂടി ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കുകയാണ്. ഉമ.